പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് പിശാച് ബാധ, ശൈത്താന്മാരുടെ ബാധ നമ്മൾക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാനുള്ള 10 അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 7 മാർഗങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു അകറ്റട്ടെ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്ന് സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോ ക്ലാസ്സിലും ഓരോ ഹംദ് പറയുമ്പോ അള്ളാഹു നമ്മളെ അനുഗ്രഹങ്ങൾ അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹുവിന് നന്ദി ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതിവിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ ജിന്ന് ബാധ, പിശാച് ബാധ നമ്മൾക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള 10 അടയാളങ്ങളാണ്. പിശാചുക്കളിൽ നിന്ന്, ജിന്ന് ബാധയിൽ നിന്ന്, പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 7 കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാരാ? പല ആളുകളും പറയും അയൽവാസികളാണെന്ന്, ചില ആളുകൾ പറയും മൂത്തച്ചിയാണെന്ന്, ചില ആളുകൾ പറയും ഇളയച്ചിയാണ്, ചില ആളുകൾ പറയും അമ്മായിമ്മയാണ്, ചില ആളുകൾ പറയും കൂട്ടുകാരാണ്, ചില ആളുകൾ പറയും മരുമക്കളാണ്. അങ്ങനെ പല ആളുകളുടെ മേലിലും അങ്ങനെ ആക്ഷേപങ്ങൾ പല ആളുകളും പറയാറുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. നമ്മളെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം, നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത് പിശാചാണ്, ശൈത്താന്മാരാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, പിശാചുക്കൾ മുഴുവനും നിങ്ങൾക്ക് ശത്രുക്കളാണ്. അപ്പൊ പിശാചുക്കളാണ് നമ്മളെ കുടുംബ വഴക്കുണ്ടാക്കുന്നത്, പരസ്പരം തെറ്റിക്കുന്നത്, പരസ്പരം കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശൈത്താന്മാരാണ് ഉണ്ടാക്കുന്നത്. അള്ളാഹു പിശാചുക്കളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പിശാച് ബാധ നമ്മൾ കേറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന 1ാമത്തെ അടയാളം പേടി സ്വപ്നങ്ങൾ കാണുമെന്നുള്ളതാണ്. ദുസ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ സ്ഥിരമായി കാണുക എന്നുള്ളതാണ്. പേടി സ്വപ്നം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൊത്താൻ വരുന്നത്, അതുപോലെ തന്നെ കറുത്ത നായകൾ നമ്മളെ കടിച്ചു കീറുന്നത്, അതല്ലെങ്കിൽ എല്ലാ സമയത്തും എല്ലാ ദിവസവും മരിക്കുന്നത് സ്വപ്നം കാണുക, അതല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് അടിയിലേക്ക് ചാടി നമ്മൾ മരിക്കുന്നത് സ്വപ്നം കാണുക. ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പിശാചിന്റെ ബാധ നമ്മൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. 2ാമത്തെ കാര്യം ശാരീരികമായ അസ്വസ്ഥതകളാണ്. എപ്പോഴും ശരീരത്തിന് പ്രയാസമാണ്, എപ്പോഴും ശരീരത്തിന് വേദനയാണ്, എപ്പോഴും ശരീരത്തിന് ക്ഷീണമാണ്. നടുവേദന, തലവേദന തുടങ്ങിയ വേദനകളൊക്കെ എപ്പോഴും നമ്മളെ ശരീരത്തിനുണ്ടാകും. അതിൻ്റെ അർത്ഥം തലവേദന വന്ന അത് പിശാച് ബാധയാണെന്ന് വീട്ടിലിരിക്കല്ല വേണ്ടത്. അതല്ലെങ്കിൽ നടുവേദന വന്ന അത് പിശാച് ബാധയാണെന്ന് പറഞ്ഞ വീട്ടിലിരിക്കരുത്. ഉസ്താദ് പറഞ്ഞിട്ട് നമുക്ക് തലവേദന വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ പോയി കാണണം, അതിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. നടുവേദന വന്നാൽ അതിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചികിത്സിച്ചു, വിദഗ്ധന്മാരായ ഡോക്ടർമാരെയും വൈദ്യന്മാരൊക്കെ കണ്ടു, പക്ഷേ രോഗം മാറുന്നില്ല. ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ശൈത്താനിന്റെ ശർറാണ്, ഇത് പിശാച് ബാധയാണ് എന്നുള്ളത്. 3ാമത്തെ കാര്യം വൃത്തിഹീനതയോടുള്ള താല്പര്യമാണ്. ഒരു വൃത്തി ഉണ്ടാവൂല. നല്ല വൃത്തിയോടുകൂടെ നല്ല ചിട്ടയോടുകൂടെ നടന്ന മനുഷ്യനായിരിക്കും, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വൃത്തി അവനിക്കില്ല. കുളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അലക്കിയ ഡ്രസ്സ് ധരിക്കൂല, ചെരുപ്പ് വൃത്തിയാക്കൂല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യൂല. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവനക്ക് എന്തോ ഷർറ് വന്നിട്ടുണ്ട്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ കാര്യം ശ്രദ്ധക്കുറവും മറവിയുമാണ്. എന്ത് കാര്യം ഏൽപ്പിച്ചാലും മൂപ്പരാളത് മറക്കും. നല്ല ഓർമ്മശക്തിയുള്ള ആളായിരിക്കും, പക്ഷെ എന്ത് കാര്യം പറഞ്ഞാലും അവൻ മറക്കും, എന്ത് കാര്യം ഏൽപ്പിച്ചാലും അവൻ മറക്കുക. അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ്, ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കൂല, ഭർത്താവിനൊക്കെ നന്നായി സ്നേഹിച്ച ഭാര്യയായിരിക്കും, മക്കളുടെ കാര്യമൊക്കെ നല്ല നിലക്ക് ശ്രദ്ധിക്കുന്ന ഉമ്മയായിരിക്കും, പക്ഷേ പിശാച് ബാധ ഏറ്റുകഴിഞ്ഞാൽ ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കൂല, ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കൂല, വീടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല, ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥ, ജോലിയുടെ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. ഇത്തരം ഷറുകളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ശരീരം വിറയുക, അട്ടഹസിച്ച് ചിരിക്കുക, അട്ടഹസിച്ച് കരയുക, അതോടൊപ്പം തന്നെ ബോധരഹിതയായി വീഴുക. കാരണം എന്താ? പിശാചുക്കൾക്ക് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല. പിശാച് ബാധയേറ്റാൽ ഈ ഒരു അവസ്ഥ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും. ഖുർആനുമായി അടുക്കാൻ പോലും നമുക്ക് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ. ആറാമത്തെ കാര്യം അമിതമായ ഉറക്കമാണ്, അതല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ. എത്ര ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്, രാത്രി കിടന്നാൽ ഉറക്കം വരൂല. അതുപോലെ തന്നെ ചില ആളുകളെ കുറിച്ച് മാതാപിതാക്കള്, ഭർത്താക്കന്മാര്, ഭാര്യമാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ എപ്പോഴും ഉറങ്ങാണ് ഞങ്ങളെ ഭാര്യമാര്, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഭർത്താക്കന്മാർ എപ്പോഴും ഉറങ്ങാണ്, ജോലിക്ക് പോകൂല, വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല, എപ്പോഴും ഉറങ്ങി തീർക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കണം, ഇവനിക്ക് എന്തോ ഒരു ഷർറ് ഏറ്റിട്ടുണ്ട്, അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഏഴാമത്തെ കാര്യം സംസാരത്തിലെ മാറ്റമാണ്. എന്തൊക്കെയോ സംസാരിക്കുക, അന്തവുമില്ലാതെ സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവനിക്ക് പിശാച് ബാധ ഏറ്റിട്ടുണ്ട്. എട്ടാമത്തെ കാര്യം പെരുമാറ്റത്തിലെ മാറ്റമാണ്. നല്ല സൽസ്വഭാവത്തോടെ ജീവിച്ച ആള് പെട്ടെന്ന് എല്ലാവരെയും ആക്രമിക്കുക, കുടുംബക്കാരെ ആക്രമിക്കുക, മാതാപിതാക്കളെ ആക്രമിക്കുക, മക്കളെ ആക്രമിക്കുക, അയൽവാസികളെ ആക്രമിക്കുക, ഇത് പിശാച് ബാധ ഏറ്റവന്റെ അടയാളമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാവരോടും പിണങ്ങുക, കുടുംബക്കാരോടൊക്കെ നിസ്സാരമായ കാര്യത്തിന് ചിലപ്പോൾ വെറുതെയും പിണങ്ങുന്ന ആളുകളുണ്ട്. കൂട്ടുകാരോടൊക്കെ വെറുതെ അങ്ങോട്ട് പിണങ്ങന്നെ, ഭാര്യയോട് വെറുതെ പിണങ്ങുക, ഭർത്താവിനോട് വെറുതെ പിണങ്ങുക, ഇത് പിശാച് ബാധയുടെ മറ്റൊരു അടയാളമാണ്. അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക, ഒരു കോമഡിയും പറഞ്ഞിട്ടുണ്ടാവൂല, ഒരു തമാശ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ഓ ഇങ്ങനെ വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചിരിക്കുക, അതല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ കരയാനുള്ള ഒരു ബുദ്ധിമുട്ടും അവനക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടോ ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും അവൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുക, ഇത് ജിന്ന് ബാധയുടെ അതല്ലെങ്കിൽ ശൈത്താനിയത്തിന്റെ ബാധ ഏറ്റതിന്റെ അടയാളമാണ്. അള്ളാഹു കാക്കട്ടെ. ഒമ്പതാമത്തെ കാര്യം അകാരണമായ ഭയമാണ്. എന്തിനേയും ഭയം. മക്കളെ കണ്ടാ പേടിയാവുക, ഭാര്യയെ കണ്ടാ പേടിയാവുക, ഉമ്മയെ കണ്ടാ പേടിയാകുക, ഉസ്താദുമാരെ കണ്ടാ പേടിയാകുക, ആരവന്റെ അടുക്കലേക്ക് ചെന്നാലും അവനിക്ക് വല്ലാത്ത ഭയം തോന്നുന്ന ഒരു അവസ്ഥ, ഇത് പിശാചിന്റെ ഷർറാണ്. പത്താമത്തെ കാര്യം ആരാധനയോടുള്ള വെറുപ്പാണ്. നിസ്കരിക്കാൻ പറഞ്ഞ അവൻ ദേഷ്യപ്പെടും, ഖുർആൻ ഓതാൻ പറഞ്ഞ ദേഷ്യപ്പെടും, ദിക്ർ എല്ലാം പറഞ്ഞ ദേഷ്യപ്പെടും. ഇനി ആരെങ്കിലും ദിക്ർ ചൊല്ലി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകും. ആരെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിൽ അവിടെ പോയി ഉറക്ക പാട്ട് വെക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകും. ആരാധനയോടുള്ള വല്ലാത്ത വെറുപ്പ് പിശാച് ബാധ ഏറ്റു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. 11ാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യ ഭർത്താക്കന്മാർക്ക് പിശാച് ബാധ ഏറ്റുകഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം തകർന്നു പോകും. അങ്ങനെ ഒരു സംശയം നമ്മൾക്ക് വന്നാൽ ഉടനെ അതിനെ പറ്റിയ നല്ല ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. ഭർത്താവ് ലൈംഗികമായ ബന്ധത്തിന് വിളിച്ചാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള സ്ത്രീ ആയിരിക്കും, മെൻസസ് ഒന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഭാര്യ സമ്മതിക്കൂല. അതുപോലെ തന്നെയാണ് ചില ഭർത്താക്കന്മാര് മണേറിൽ വന്നാൽ കിടന്നുറങ്ങിപ്പോകും. ഭാര്യമാർക്ക് അത് ഇഷ്ടപ്പെടുവോ? ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഭർത്താവായിരിക്കും, അവൻ വന്നിട്ട് മണിയറോഡിൽ വന്നിട്ട് കിടന്നുറങ്ങുക. ഏത് ഭാര്യയാണ് അത് ഇഷ്ടപ്പെടുക? വെറുക്കൂലേ? ആ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, എന്തോ ഒരു ഷെറ് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടെത്തണം, അതല്ലെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. ഇത്തരം ഷെറുകളെ തൊട്ട് അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഇതിനുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്താണെന്നറിയോ? പിശാച് ബാധ ഏൽക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നറിയോ? പാട്ടുകള്, മ്യൂസിക്കുകൾ
ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളെ മക്കളൊക്കെ ഗാനമേളയുടെ അടിമകളായി മാറിയിട്ടുണ്ട്, മ്യൂസിക്കിന്റെയും ഹറാമായ പാട്ടുകളുടെയും അടിമകളായി മാറിയിട്ടുണ്ട്. ഇങ്ങനത്തെവരെ പെട്ടെന്ന് പിശാച് സ്വാധീനിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. 5 വക്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് പിശാചുക്കൾക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ നിസ്കാരം ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടെങ്കിൽ പിശാചുക്കൾക്ക് നമ്മളെ പയപ്പിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ എപ്പോഴും ഉളു ഉണ്ടാക്കൽ നല്ല കാര്യമാണ്. ഉളു ഉണ്ടെങ്കിൽ അള്ളാന്റെ പ്രത്യേക കാവലുണ്ടാകും, മലക്കരുടെ കാവലൊക്കെ നമ്മൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എപ്പോഴും ഉളു എടുക്കുക. ആയത്തുൽ കുർസി എല്ലാ ദിവസവും പാരായണം ചെയ്യുകയും നമ്മളെ ശരീരത്തിലേക്ക് ഓതി മന്ത്രിക്കുകയും ചെയ്യുക. ആയത്തുൽ കുർസി വലിയ കാവലാണ്, അത് കാവലിന്റെ മന്ത്രമാണ്. ശൈത്താനിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ വലിയ അത്ഭുതകരമായ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാചുക്കൾ ഉണ്ടാകൂല, അവിടുന്ന് ഓടിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് സൂറത്തുൽ ബഖറ ഓതാൻ സമയം വേണ്ടേ? സൂറത്തുൽ ബഖറയിലെ ഒരു 10 ആയത്തെങ്കിലും എല്ലാ ദിവസവും ഓതുക, ആയത്തുൽ കുർസി ഓതുക, ആമന റസൂൽ പാരായണം ചെയ്യുക. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓതി ശരീരത്തിലേക്ക് മന്ത്രിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇങ്ങനെയുള്ള കാവലിന്റെ മന്ത്രങ്ങൾ പഠിച്ചു വെക്കുകയും എപ്പോഴും നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. വീടും പരിസരവും നന്നായി വൃത്തിയാക്കണം. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ചെല്ലുന്ന നമുക്ക് തന്നെ സമാധാനം ഉണ്ടാവില്ല. പിന്നല്ലേ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല, ബെഡ്റൂം വൃത്തി ഉണ്ടാവില്ല, അതുപോലെ തന്നെ അടുക്കള വൃത്തി ഉണ്ടാവില്ല, പരിസരങ്ങൾ വൃത്തി ഉണ്ടാവില്ല. വൃത്തിയില്ലാത്ത സ്ഥലത്താണ് പിശാചുക്കൾ കുടിയിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെ വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിശാചുക്കളെ ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.